ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ പിടിച്ച് വരുന്ന കണ്ടപ്പോഴേ മനസ്സിലായല്ലോ, ഇത് കാസ്റ്റേൺ പാത്രങ്ങളൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അല്ല, പറഞ്ഞു തരാൻ മാത്രമൊന്നുമില്ല, ആകെ 3 കാസ്റ്റേൺ പോട്ട് അവിടെ ഉള്ളത് കേട്ടോ. ഇനി ഇങ്ങനെ എൻ്റെ അടുത്ത് കുറച്ച് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ട്. അപ്പോൾ അത് പതുക്കെ പതുക്കെ ഇങ്ങനെ അത് മാറ്റിയിട്ട് കാസ്റ്റേണിലേക്ക് മാറണം. ഉടനെ തന്നെ ഒന്നുമില്ല, 1 by 1 ആയിട്ട്. അപ്പോൾ നമുക്ക് കാസ്റ്റേൺ പാത്രങ്ങളുണ്ട്, പിന്നെ അതേപോലെ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ. ഇതെല്ലാം നിങ്ങൾ കണ്ടതാണ്. എന്നാലും കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെയാണത്. എന്നാൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തുടങ്ങാമല്ലേ? അപ്പം മേയറിൻ്റെ ഇതിനൊരു ലിഡ് കൂടി ഉണ്ട്, അത് കൂടി എടുക്കട്ടെ. ഇതാണ് ലിഡ്. ഇത് ഞാൻ വേറെ സ്ഥലത്ത് അങ്ങനെ വെച്ചിരുന്നു, അപ്പം മറന്നുപോയി. ഇത് ഞാൻ ആദ്യം ഹൗസ് വാമിങ്ങിൻ്റെ മുൻപേ വാങ്ങിച്ചതാണ്. നല്ലതാണ് മേയറിൻ്റെ, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഇത് എത്ര ലിറ്ററാ? 3 ലിറ്റർ ആണ് 3 ലിറ്റർ. 24, ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 24 സെൻറ്റിമീറ്റർ. 3 ലിറ്റർ എന്ന് ഞാനിപ്പോൾ ഓർത്തിട്ട് പറയണതാണ് കേട്ടോ. ഞാൻ എന്തായാലും ലിങ്ക് ഇടും. ചെറുതാണ്, 2 സൈസാണ് ഇതിൻ്റെ ഉള്ളത്, അതിൽ ചെറുതാണിത്. നല്ലൊരു പാകത്തിനുള്ള വലുപ്പമാണുള്ളത് കേട്ടോ. പിന്നെ കാസ്റ്റേൺ ഉപയോഗിക്കുന്ന രീതി പിന്നെ എല്ലാവർക്കും അറിയാലോ. അത് കഴുകിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാറുണ്ട് ഞാൻ. അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിലേ അതിങ്ങനെ വെള്ളം വലിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴേക്കും അതിൻ്റെ ഈ ഒരു തുരുമ്പിൻ്റെ കളറില്ലേ, അങ്ങനെ വരും. പിന്നെ എണ്ണ തേച്ചിട്ട് അങ്ങനെ എടുത്ത് വയ്ക്കുക ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നോൺ സ്റ്റിക്ക് തവ അതൊക്കെ യൂസ് ചെയ്യണേക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണെന്നല്ലേ പറയുന്നത്. അപ്പം അത് പിന്നെ ഇത് ഖട്ക പെൻ. ഇത് കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ പ്യുവർ അയൺ അങ്ങനെയാണ് പറയണത്. ഇതിൻ്റെ ഒരു ന്യൂട്രിയോൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെയാണിത്. പക്ഷെ അത് വേറൊരു ന്യൂട്രിയോൺ ഡയറക്റ്റ് അല്ല അത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ പാക്കിംഗ് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ന്യൂട്രിയോൺ എന്നുള്ള ഒരു കവറിലായിരുന്നു വന്നത്. ഏതായാലും ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്, ലിങ്ക് ഇടാം. ഇത് ഇൻഡക്ഷൻ ബേസും ആണ്. നമ്മളിപ്പോൾ ഞാൻ അത് കൂടി നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. പലതും ഞാൻ കുക്ക് ചെയ്യുന്നത് ഫുൾ ഇതിലാണ്. അപ്പോൾ എനിക്ക് പലതും ഇങ്ങനെ ചെരിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും. ഇതിങ്ങനെ വേറെ പോലത്തെ ഇൻഡക്ഷൻ ബേസ് അല്ലെങ്കിൽ ഇത് പിന്നെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ വീഴൊന്നുമില്ല, ഇങ്ങനെ അങ്ങനെ ആവില്ല. അപ്പോൾ അത് നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. ഇത് 1/2 ലിറ്ററാണ് ഇതിൻ്റെ സൈസ് തോന്നുന്നുണ്ട്. അതെ, അധികം റേറ്റ് ഒന്നുമില്ല, 500 രൂപയിൽ കുറവാണുള്ളത്. ഇതാണ് പാകത്തിനുള്ള വലിപ്പം, തീരെ ചെറുതല്ല. ഇതിന് മുൻപ് ഞാനൊന്ന് ഓർഡർ ആക്കിയിട്ട് ഞാൻ റിട്ടേൺ ആക്കിയതാണ്. അതിനോട് ഇരിക്കണമില്ല ശരിക്ക്, ഇതിൻ്റെ അത്ര സൈസും ഇല്ല. ഇത് പിന്നെ പാകമാണ്. അങ്ങനെ പിന്നെ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഞാൻ വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞു. അതെ, 1 മാസം ആവാറായി ഉണ്ടാവും തോന്നുന്നുണ്ട്. ഞാനത് അങ്ങനെ കുക്കിങ്ങിന് ഞാനിപ്പോൾ വീഡിയോയിൽ വരുമ്പോൾ ഇത് എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായില്ല. ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവും. ഇത് വണ്ടർ ഷെഫിൻ്റെയാണ് കേട്ടോ. എനിക്കിതിൻ്റെ മൊത്തം ലുക്ക് കണ്ടപ്പോൾ അങ്ങോട്ട് ഇഷ്ടമായി. ഇതിൻ്റെ തന്നെ വേറൊരു കടായി ഉണ്ട്, ഇതുപോലത്തെ ഈ ഹാൻഡിലൊക്കെ ആയിട്ട്. ഇതുവരെ ഉപയോഗിച്ചിട്ട് നല്ലതാണ്. എന്താ പറയുക, അധികം വെയിറ്റ് ഇല്ല. അതിലവർ പറയുന്നുണ്ട് ലൈറ്റ് വെയിറ്റ് എന്നോ അങ്ങനെ എന്തോന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് 1300 1400 1000 എത്രയാണ് റേറ്റ്. പിന്നെ ഇനിയിപ്പോൾ മറ്റേ കടായി കൂടി ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്, ഇത് നല്ലതാണെങ്കിൽ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഞാനാണെങ്കിൽ ഒരു ഗിവ് അവേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഗിവ് അവേ ചെയ്യുമ്പോൾ ഏതായാലും ഞാൻ ഉപയോഗിച്ച് നല്ലതാണെന്ന് തോന്നുന്ന ഒരു കുക്ക് വെയർസ് കൊടുക്കാനാണ് എനിക്കൊരു ഇഷ്ടം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാൽ പിന്നെ ശരി, ആദ്യം ഇത് ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കട്ടെ, എന്നിട്ട് ആ മോഡലിലുള്ളത് പിന്നെ ഗിവ് അവേ ആയിട്ട് കൊടുത്താൽ മതിയല്ലോ. ഇതും നിങ്ങളും കൂടി ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ.
ഈ പാത്രം ഇതിൻ്റെ തന്നെ ഒരു കടായി ഉണ്ട്, അതും കാണാൻ ഭംഗിയാണ്, ഇതേപോലത്തെ ഹാൻഡിലായിട്ട്. രണ്ടിനും 1400 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഇതിനും അത് 1400, അതിനും അത് തന്നെയാണ്. പിന്നുള്ളത് മറ്റേ കണ്ടെയ്നേഴ്സ് സെറ്റ്, ആ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചില്ലേ, നെസ്റ്റാഷിയുടെ ഒക്കെ കാണിച്ചില്ലേ, സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, ഓർമ്മ ഉണ്ടല്ലോ, സ്ക്വയർ ആയിട്ടുള്ളത്. അതിനും അതേ ആ ഒരു റേഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏത് കൊടുക്കണം എന്നുള്ളത്, എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. ഇങ്ങനത്തെ ആണോ കൊടുക്കേണ്ടത്, ഈ എന്താ പറയുക, കാസ്റ്റൈൻ പാത്രങ്ങളാണോ കൊടുക്കേണ്ടത്, സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ആണോ കൊടുക്കേണ്ടത് എന്നുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന കെറോട്ടിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ പാത്രം കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിപ്പോൾ അവൈലബിൾ അല്ല ആമസോണിൽ. വേറെ ഏതൊക്കെയോ ഇതിൽ ഇങ്ങനെ കണ്ടു. ഞാൻ അധികം ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അങ്ങനെയുള്ള പെട്ടെന്ന് നമുക്ക് റീഫണ്ടൊന്നും പേടിക്കാതെ ചെയ്യാൻ പറ്റുന്നത് അതിലൊക്കെയാണ്. മറ്റൊന്നും എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ അതിപ്പോൾ അത്ര അവൈലബിൾ അല്ല ആമസോണിൽ. അപ്പോഴാണ് ഞാൻ ഇതുവരെ അത് വിചാരിച്ചിട്ടായിരുന്നു കെറോട്ടിൻ്റെ പാത്രങ്ങൾ കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനത്തത് ഇതും, അതായത് 1-2 വെച്ചിട്ട് 3 ആളേനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനിയിപ്പോൾ 50 ആവാൻ അധികം ഇല്ല, 50K സബ്സ്ക്രൈബേഴ്സ് അധികം ഇല്ല. അപ്പോൾ എന്നാൽ നിങ്ങൾ കൂടി അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാസ്റ്റൈൻ പാത്രങ്ങൾ എൻ്റെ അടുത്തുള്ളത്. ഇനിയുള്ളത് സെറാമിക്കിൻ്റെ കാണിക്കാവേ. എൻ്റെ കൈനോട് നിറച്ച എണ്ണ തേച്ച് വെച്ചതാണ്. തുടക്കട്ടെ കൈ. ഇതൊക്കെയാണ് സെറാമിക്കിൻ്റെ. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ, ഞാൻ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ്. ഞാൻ റീലിൽ പറഞ്ഞിട്ടുണ്ട്, മിറ എന്നാണ് ആ ഫ്രണ്ടിൻ്റെ പേര്. ഇത് എവിടുന്നാ കിട്ടുകയെന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു, ലിങ്ക് ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് ഗിഫ്റ്റായിട്ട് വന്നതാണല്ലോ. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് വാങ്ങിച്ചതെന്ന്. ഇത് ഗൾഫിലെ ജഷൻ മാളില്ലേ, അതിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ജഷൻ മാളിൽ നിന്ന് അവൈലബിൾ ആണ്. പിന്നെ ഇത് മുൻപ് കാണിച്ചിട്ടുണ്ട്. ഇതും ഇതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഈ 2 പാത്രങ്ങളും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതായിരുന്നു. ഇതും സെറാമിക്കിൻ്റെ തന്നെയാണ്. നിയോഫ്ലാം എന്നാണ് ബ്രാൻഡ്, കൊറിയൻ കമ്പനിയാണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, കുറച്ച് റേറ്റ് കൂടുതലാണ്. അതാ ഇതൊക്കെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെയാണ്. അതായത് സ്ഥിരമായിട്ട് ഞാൻ ഏത് പാത്രം വീഡിയോയ്ക്ക് മാത്രമായിട്ടൊരു പാത്രം എൻ്റെ അടുത്ത് ഇല്ല. എല്ലാം ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെയാണ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെയാണ് വീഡിയോയിലും കാണുന്നത്. അങ്ങനെ വീഡിയോയ്ക്ക് സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ല എൻ്റെ അടുത്ത്. ഒരു കാര്യം എൻ്റെ അടുത്ത് അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സെറാമിക്കിൻ്റെ പാത്രങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിരിക്കുന്നത് ഈ പാത്രത്തിനെ പറ്റിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ആകെ സെറാമിക്കും കാസ്റ്റൈനിനെ പറ്റിയിട്ട് പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇത് കൂടി അങ്ങ് പറഞ്ഞത്. ഇത് ഞാൻ വേറെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്ലാസിൻ്റെ. ഇത് ഓൺലൈൻ അല്ല, ഇത് ഐക്കിയയുടെ അല്ല. കുറേ പേര് ചോദിച്ചത് ഐക്കിയയുടെ ആണോന്ന്. ഐക്കിയയ്ക്കും ഇതേ മോഡൽ ഉണ്ട്, പക്ഷെ ഐക്കിയയുടെ അല്ല. ഐക്കിയയ്ക്ക് സ്പെസിഫിക്കേഷനിൽ അവരിത് പറയുന്നില്ല, ഇങ്ങനെ ഫ്ലെയിമിൽ വെക്കാൻ പറ്റുന്നുള്ളത് അവരുടെ സ്പെസിഫിക്കേഷനിൽ പറയുന്നില്ല. അവർ ജസ്റ്റ് ചായ കൂട്ടിയിട്ട് ഇതിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒഴിക്കാൻ മാത്രമുള്ളതാണ് ഐക്കിയയുടെ പറയുന്നത്. പക്ഷെ പലരും ഉപയോഗിക്കുന്നുണ്ട് തോന്നണു, ഇങ്ങനെ ഇതിൽ വെക്കുന്നുണ്ട്. ഇത് ഐക്കിയയുടെ അല്ല, ഇത് ഞാൻ മലപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇതായാലോന്ന്, അതായത് ഞാൻ കൊടുക്കുന്ന കാസ്റ്റ് അയൺ പാത്രത്തിൻ്റെ കൂടെ ഒരു പാത്രം ഇതായാലോ എന്നും ഞാൻ വിചാരിച്ചിരുന്നു, ഗിവ് അവേ ആയിട്ട് ഇങ്ങനത്തെ പാത്രം. പക്ഷേ ഇത് അവൈലബിൾ ആണോ എന്ന് ഞാൻ ഷോപ്പിൽ ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയും, ഇത് കൂടിയും കൂട്ടിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ ഗിവ് അവേയുടെ കാര്യം. അപ്പോൾ കാസ്റ്റ് അയണും ഇതും കൂടിയിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന്
നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ ഒരു പാത്രം കൂടി ഉണ്ട്. ഒരു പാത്രമില്ല, 2 പാത്രം. പിന്നെ ലിഡ് ഉണ്ട്. ഇത് കരോട്ടിന്റെ, ഇത് ഹൗസ് വാമിങ്ങിന്റെ മുൻപ് ഞാൻ വാങ്ങി വെച്ചതാണ്. ഇത് 28 സെന്റിമീറ്റർ ആണ് തോന്നുന്നുണ്ട് ഇതിന്റെ ഡയമീറ്റർ വരുന്നത്. ഇത് ഗ്രാനൈറ്റിന്റെ ആണ്. ഇത് മുൻപ് ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഇത് കൂടെ അങ്ങ് കാണിച്ചു എന്ന് മാത്രം. ലിഡും കൂടിയിട്ട് ഗ്രാനൈറ്റ് ആണ്. പിന്നെ കളറൊന്നും പിടിക്കുന്നില്ല. ഇതിൽ ഞാൻ എല്ലാ ചിലപ്പോൾ മീൻ ഫ്രൈ ആക്കാറുണ്ട്, കറി വെക്കാറുണ്ട്, അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുണ്ട്. കളറൊന്നും പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇത് പ്രസ്റ്റീജിന്റെ ആണ്, നോൺ സ്റ്റിക്ക് ആണ്. ഇത് പണിയാരം ഉണ്ണിയപ്പച്ചട്ടിയില്ലേ, അതാണിത്. എൻ്റെ അടുത്ത് നോൺ സ്റ്റിക്ക് നമ്മളിപ്പോൾ പലതും ഒഴിവാക്കണം എന്നൊക്കെ പറയും, പക്ഷെ ഞാനതൊക്കെ അറിഞ്ഞിട്ട് തന്നെ വാങ്ങിച്ചത് തന്നെയാണ്. കുറച്ചുകൂടി ഈസിയാണ് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാൻ. ഇരിക്കട്ടെ, ചിലതെല്ലാം നമുക്കങ്ങ് ബാലൻസ് ചെയ്യാന്ന് വിചാരിച്ചു. ചിലതെല്ലാം കാസ്റ്റ് അയൺ, കുറേ നോൺ സ്റ്റിക്ക്, അല്ല കുറച്ച് നോൺ സ്റ്റിക്ക്, അതിൻ്റെ ഇടയിൽ സെറാമിക്, അങ്ങനെ എല്ലാം കൂടി ആവട്ടെ എന്ന് വെച്ചു. അങ്ങനെയാണ് ഇത് ഞാൻ ഈ പ്രസ്റ്റീജിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൽ വാങ്ങിക്കാൻ നോക്കുമ്പോൾ ചിലതിന് ഇത്ര വക്ക് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഏത് ബ്രാൻഡിൻ്റെ ഞാൻ വരുത്തി, പ്രീമിയറിൻ്റെ ആണോ ഏതൊരു ബ്രാൻഡ് വരുത്തിയിട്ട് അത് റിട്ടേൺ ആക്കി. അതിന് ഇത്രയും വക്ക് ഉണ്ടാവില്ല. അതുകൂടി ശ്രദ്ധിക്കണം. നമ്മളിതിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒഴിക്കില്ലേ, നെയ്യോ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കില്ലേ, അപ്പോൾ പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിക്കുമ്പോൾ അതിങ്ങോട്ട് ഇങ്ങനെ പൊങ്ങി വരും. പൊങ്ങുമ്പോൾ ഈ എണ്ണയും പൊങ്ങിയിട്ട് പുറത്തേക്ക് തൂവിപ്പോവും ഇവിടെ വക്കില്ലെങ്കിൽ. അങ്ങനെ ഞാൻ നോക്കിയിട്ട് പിന്നെ പ്രസ്റ്റീജിൻ്റെ വാങ്ങിച്ചതാണ്. ഇതിൽ പണിയാരം ഉണ്ടാക്കാൻ എളുപ്പമാണ്. കുറേ കുഴിയുണ്ട്. നമ്മളധികം പണിയാരങ്ങൾ, ഉണ്ണിയപ്പം എപ്പോഴും ഉണ്ടാക്കിയില്ലെങ്കിലും പണിയാരം ഉണ്ടാക്കുമല്ലോ, അത് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഏതൊരു വീഡിയോയിൽ. പിന്നെ അതിൻ്റെ തന്നെ ലിഡാണിത്. പിന്നെ ഇനിയിപ്പോൾ പാത്രങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ കടായി വാങ്ങിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കട്ടെ, എൻ്റെ ഏതെങ്കിലും വ്ളോഗിൽ ഉണ്ടായിരിക്കും. ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുകയും ചെയ്യാം. ഇതുവരെ ഉപയോഗിച്ചാൽ എനിക്ക് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതൊന്നുമില്ല. ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഫ്രൈ ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അല്ലേ, കുഞ്ഞു വീഡിയോ ആണോ എന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.